കഴിക്കുന്ന അല്ലെങ്കിൽ നനഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകളിൽ ഈ സൗണ്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുകൾ നോക്കാം. ഇവിടെ നോക്കൂ, കഴിക്കുക. കഴിക്കുക എന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? ഈറ്റ് ആണ് അല്ലെ. സ്പെല്ലിംഗ് നോക്കൂ, EAT ഈറ്റ്. ഈ വാക്കിൽ ഈ സൗണ്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഈ ചിത്രം നോക്കൂ, ഇതെന്താണ്? പച്ചപ്പട്ടാണി അല്ലെ. ഇംഗ്ലീഷ് എന്താണ് പച്ചപ്പട്ടാണി പറയാ? ഗ്രീൻ പീസ് അല്ലെ. ഇതിന്റെ സ്പെല്ലിംഗും ഗ്രീൻ മാറ്റി നിർത്തിയാൽ പീസ്, PEAS പീസ്. അതായത് ആണ് ഇവിടെ ഈ സൗണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇതെന്താണ്? ക്രീം ആണ് അല്ലെ. ക്രീം, അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ് വരുന്നത്? CREAM. ഒരു സൗണ്ട് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ സിയും ആറും ആണ് കേട്ടോ വരുന്നത്, K അല്ല, ശ്രദ്ധിക്കണം. സിയും ആറും ആണ് ഒരുമിച്ച് വരുന്നത്. ക്രീം എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലേ. അപ്പോൾ ഈ വാക്കിലും ആണ് ഈ സൗണ്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതെന്താണ്? ഇറച്ചിയാണല്ലേ. ഇറച്ചിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? മീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മീറ്റിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നോക്കിയാലോ. MEAT ആണ്. MEAT. വേറൊരു മീറ്റ് ഉണ്ട്, MEET. അതിന്റെ അർത്ഥം അതും മീറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ അർത്ഥം വരുന്നത് കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഇറച്ചി എന്നർത്ഥം വരുന്ന ഈ മീറ്റിൽ ഈ സൗണ്ടിന് വേണ്ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, MEAT മീറ്റ്. പിന്നെ നമുക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടായി നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ചെലവ് ചെയ്യും അല്ലെ. അതിന് ഇംഗ്ലീഷിൽ പറയാം ട്രീറ്റ് കൊടുക്കും അല്ലെ. ആ വാക്കിലും നീട്ടുന്ന ഈ സൗണ്ടിന് വേണ്ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, TREAT ട്രീറ്റ്. പിന്നെ ഇതെന്താണ്? ബീൻസ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. ഇതിന്റെ സ്പെല്ലിംഗ് വരുന്നത് BEANS ബീൻസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയ വാക്കുകൾ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടവയാണ്. ഈ വാക്കുകളൊക്കെ തന്നെ ഈ സൗണ്ടിന് വേണ്ടി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്.